നല്ല ചൂടുള്ള പുട്ടും നല്ല നെയ്യും പിന്നെ പഞ്ചസാരയായിരുന്നു ഇന്നത്തെ രാവിലത്തെ എൻ്റെ പ്രഭാത ഭക്ഷണം. അതും കഴിച്ചുകൊണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് പോയിട്ട് ബി പി നോക്കടി. പിന്നെ ഞാൻ ഇടയ്ക്ക് തല കറങ്ങണതാണ്, അതുകൊണ്ട് ബി പി നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛനെ ഷുഗറും നോക്കണമായിരുന്നു, അപ്പോൾ അച്ഛനും എൻ്റെ കൂടെ പോകും. പിന്നെ ഞങ്ങൾ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുകയാണ്. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ക്ലിനിക്ക് ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് തന്നെയായി കാരണം നടന്നിട്ടാണ് പോയത്. പിന്നെ അവിടെ പോയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ, നല്ലതാണ്. എൻ്റെ ആൻറ്റിയുടെ ക്ലിനിക്കാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ കണ്ണാടി കണ്ട് നമ്മൾ വിടില്ലല്ലോ. പിന്നെ അങ്ങനെ അച്ഛന് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് ബ്ലഡൊക്കെ എടുത്ത് കണ്ട അച്ഛൻ നല്ല സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എന്തെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അടുത്തത് എൻ്റെ കൂടെയാണ്. അങ്ങനെ ഞാൻ ബി പിയും ടെസ്റ്റ് ചെയ്ത് ഗൈസ്, ബി പി കുഴപ്പമില്ല, 50-ൽ നിന്ന് 60-ലേക്ക് കൂടിയിട്ടുണ്ട്, 10 പോയിന്റ് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അച്ഛന് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് വളപ്പിൽ വെറുതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം, കുറേ കാലമായാലും പോയിട്ട് അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കാടൊക്കെ കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ അച്ഛൻ്റെ കയ്യിലേക്ക് ബാക്കിലേക്ക് കെട്ടിയിട്ടാണ് നല്ല മറ്റേ എന്താ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടല്ലോ, പടത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, എന്തായാലും അതേപോലെയാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കാടായിട്ടുള്ള വളപ്പ് കാണാൻ പോയി. ഇതാണ് ഞങ്ങളുടെ വളപ്പ്. പ്രത്യേകിച്ചൊന്നുമില്ല, കാട് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ പശുവിനെ അവിടെ കെട്ടിയിട്ടുണ്ട്, തിന്നാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടതാണ്. പക്ഷെ അവൾ അവിടെ നല്ല ഉറക്കമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ ടാറ്റ ബൈ ബൈ പറയല്ല, സോറി, അവിടെയൊക്കെ കുറച്ചും കൂടി ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ 2-3 വീഡിയോ എടുത്ത് താടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പം അച്ഛൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് 2-3 വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വളപ്പിൻ്റെ തൊടിയിലുള്ള ഒരു കുളം. അത്ര വലിയ കാര്യമായിട്ടുള്ള കുളമൊന്നുമല്ല. എന്നിട്ട് അച്ഛൻ പറയാൻ എനിക്ക് കാണിച്ചു തായോ, എനിക്ക് നോക്കട്ടെ ഞാൻ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരില്ല, അയ്യല്ല അങ്ങനെ സൂക്ഷിക്കണ്ട. അങ്ങനെ അച്ഛൻ്റെ വീഡിയോ മാത്രം എടുത്താൽ പോരല്ലോ, എൻ്റെ വീഡിയോ എനിക്ക് എടുത്ത് തായോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞോട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല. പിന്നെ അച്ഛൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഉള്ള ഒരു കറക്കത്തിലാണ് ഞങ്ങളവിടെ. പിന്നെ അവളോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ മുതലിനെ കാണുന്നത്. ഇതിനെ പൂമ്പ കണ്ടിട്ടുണ്ടായിരുന്നില്ല, വരുമ്പോഴാണ് കാണുന്നത്. എനിക്ക് ഈ പശുക്കുട്ടി, പട്ടിക്കുട്ടി, പൂച്ചക്കുട്ടി, ആട്ടിൻകുട്ടി, അങ്ങനത്തെ കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും ഒന്ന് തോണ്ടാന്ന് പോവും. ചിലവരൊക്കെ നിന്ന് തരും, ചിലവരെന്നെ ഇങ്ങനെ ഓടിക്കും. അങ്ങനെ അത് കുത്താൻ വേണ്ടി വരുന്ന രീതിയിലാണ് എന്നെ ഓടിച്ചത്. പിന്നെ ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് പോന്നു. നല്ല കുട്ടിയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് എന്തായാലും ചുറ്റിത്തിരിഞ്ഞ് വന്നതല്ലേ എന്ന് വെച്ചിട്ട് അമ്മ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തന്നു. തല കറങ്ങണോണ്ട് ഇടയ്ക്ക് ഫ്രൂട്ട്സും അതേപോലെ പുളിയുള്ള സാധനങ്ങളും ഉപ്പുള്ള സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി പി കൂടുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. ബി പി കൂടിയിട്ട് വേണം അടുത്ത മാസം ജോലിക്ക് പോകാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ശരി ബൈ.